ഈ ലക്ഷ്മിക്ക് ഏതെങ്കിലും നമ്മുടെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു അഭിനേത്രിയോട് ഒരു അസൂയ തോന്നിയിട്ടുണ്ടോ? സ്പെഷ്യൽ അട്രാക്ഷൻ? അതെ, അട്രാക്ഷൻ അങ്ങനെ പറയാം. എനിക്ക് അസൂയയില്ലെന്നങ്ങനെ പറയാം. ഐ നോ വി ആർ ഓഫ് ഹ്യൂമൻസ്, അങ്ങനെ അസൂയ ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു എമോഷൻ എനിക്ക് താല്പര്യമില്ല. ഈവൻ ഡാൻസേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ലൈക്ക് ഞങ്ങളെല്ലാവരും സെയിം ഫീൽഡിലാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അസൂയ അങ്ങനെ ഒന്നും, ഐ എം റിയലി റിജക്റ്റിംഗ് ദാറ്റ് ഫീലിംഗ്. എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഐ അഡ്മയർ എ ലോട്ട് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി അത് എൻ്റെ യെസ്. അപ്പൊ മഞ്ജു ചേച്ചിയിൽ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ലക്ഷ്മിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് സ്റ്റക്ക് ചെയ്ത ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മഞ്ജു ചേച്ചി എല്ലാ മൂവീസ് അങ്ങനെ ഉണ്ട്. എന്നാലും മേ ബി ആറൻ തമ്പുരാൻ. ലാലേട്ടൻ മഞ്ജു ചേച്ചിയുടെ കോംബോ ഉള്ള ആറാം തമ്പുരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെഗ്മെന്റ് ആണ്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ കുറെ നിങ്ങളടുത്ത് ചോദിക്കും. പക്ഷെ സത്യം മാത്രമേ നിങ്ങൾ ബോധിപ്പിക്കാവൂ. സത്യം മാത്രം ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞ ഈ സെഗ്മെന്റിലേക്ക് കൃഷ്ണപ്രഭയും ലക്ഷ്മിയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. ആദ്യം കൃഷ്ണയ്ക്ക് തന്നെ ഇരിക്കട്ടെ. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടം. ഒരു സെന്റൻസ് ആണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫ്ലൂ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ IAS പരീക്ഷ എഴുതിയെടുത്ത് ഒരു IAS ആയേനെ. ഇതേപോലുള്ള തള്ളലുകൾ കൃഷ്ണപ്രഭ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്? ഇല്ല, അതേപോലുള്ള തള്ളലുകളൊന്നും നടത്തിയിട്ടില്ല. ഇതൊരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിന്റെ വേറെ ലോ വേർഷൻ നമ്മൾ പറയല്ലോ, ഞാൻ ആ പ്രോഗ്രാം ആ ഇതില് എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സിനിമയിൽ കയറണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഇല്ല, അങ്ങനത്തെ തള്ളലുകളൊന്നും നടത്തിയിട്ടില്ല. ഒന്നും നടത്തിയിട്ടില്ല. അല്ല, തള്ളാറുണ്ട്. പക്ഷെ തള്ളി പറ. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിന്റെ നുണ പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ആ സ്പോട്ടിൽ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ, പിന്നെ മറന്നു പോവത്. ലക്ഷ്മി ആണെങ്കിലോ ഇതേപോലുള്ള എവിടെയൊക്കെ തള്ളലുകൾ തള്ളിയിട്ടുണ്ട്? ചിലപ്പോ ഇവിടെ ഏതെങ്കിലും തള്ളുണ്ടായിരുന്നോ? ഇല്ല. പണ്ട് അല്ലല്ല, ഇത് പക്ഷെ ഇമാതിരി തള്ളലല്ല. എന്നാലും പണ്ട് സ്കൂളിൽ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ ചെല്ലുമ്പോ ക്ലാസ്സിൽ ചെന്നിട്ട് വീമ്പലൊക്കെ വരുന്നു. ഇങ്ങനെ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെ വെക്കേഷൻ എന്ത് ചെയ്തു, അവരപ്പോ അവിടെ പോയി ഇവിടെ പോയി, ഞാൻ എബ്രോഡ് പോയി എന്നൊക്കെ പറയുമായിരുന്നു. എവിടെ പോയ എവിടെ വീട്ടിൽ തന്നെ കൂടി പോയാ മലമ്പുഴ പോ. പിന്നെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അതായത് എന്താ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ, സോറി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കമ്പയർ ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം പലർക്കും. അത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മളൊരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഇതിലൊക്കെ ചിലപ്പോൾ പേയ്മെന്റ് സെക്ഷൻ പറയുമ്പോഴായിരിക്കും അവർക്ക് ഞങ്ങൾ അത്രേ കൊടുത്തുള്ളല്ലോ, നിങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ അപ്പൊ പറയാറുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എപ്പോഴൊക്കെ. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പ്രയോഗിക്കുന്ന ഒരു വേർഡാണ് ഇത്. പക്ഷെ അത് എവിടെ പ്രയോഗിച്ചെന്നുള്ള കാര്യം മറന്നുപോയായിരുന്നു. ഈ റീസെന്റ് ആയിട്ടൊരു എന്തൊരു ഷോയ്ക്ക് വിളിച്ചപ്പോഴത്തേനും നമ്മളിങ്ങനെ നോർമലി പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് അവര് വേറെ ഇത് വേറെ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കണം, അത് ഒരാൾക്കാരുടെ ഒരു വളരെ ഒരു ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ് അല്ലെ മേഡം. അപ്പൊ എനിക്ക് അതങ്ങനെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്റെ സ്വഭാവം മാറും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും. അത് നല്ലതോ ചീത്തയോ അതറിയില്ല. പക്ഷെ അത് എല്ലാവർക്കും അതെല്ലാം ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെനിക്ക് കമ്പയർ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ഇനി അടുത്തത്, അതായത് നമ്മുടെ ഈ സിനിമ കണ്ടിട്ടില്ലേ, കാബൂളിവാല സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ലക്ഷ്മി അല്ല, എന്തായാലും കൃഷ്ണ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഈ കന്നാസും കടലാസും ഇങ്ങനെ പുട്ട് തള്ളി വെച്ച് ഞങ്ങൾക്ക് മതി അല്ലെങ്കിൽ പാഴ്സൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ പൈസ ഇല്ലാത്തോണ്ട് ചെയ്തു. അതേപോലെ നിങ്ങൾ പർച്ചേസിനൊക്കെ ഇപ്പൊ ദുബായ് അമേരിക്കയൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൂട്ടുമ്പോഴാണ് കയ്യിൽ പൈസ തികയാതെ വന്നിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ തള്ളി കയറ്റി എന്തെങ്കിലും അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ലക്ഷ്മി തീർച്ചയായിട്ടും ഏത് സംഭവമാണ് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊട്ടത്? അല്ല, എനിക്ക് അങ്ങനെ ഷോപ്പിംഗിൽ പോകുമ്പോ എനിക്ക് എപ്പോഴും അങ്ങനെ ഇവിടെ ഒരു ഗിൽറ്റ് ഉണ്ടാവും. അങ്ങനെ കാശ് ചിലപ്പോ ഉണ്ടാവും, പക്ഷെ ഗിൽറ്റ് ഉണ്ടാവും എപ്പോഴും. ഇങ്ങനെ എക്സ്പെൻസീവ് ആണ് അത്, ശരിക്കും ആവശ്യമുണ്ടോ അങ്ങനെ ഒരു എപ്പോഴും ഒരു ചിന്ത. ആദ്യം ഒറ്റയടിക്ക് വേണമെന്നുണ്ട്, പിന്നെ വേണ്ട, നിങ്ങൾ പിന്നെ മതി. പേയ്മെന്റിന്റെ സമയത്തിന് ഇങ്ങനെ നോക്കും,
അത് വേണമൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്കിപ്പോ അടുത്തിടെ ഞാൻ ഇങ്ങനെ ഒരു കോഫി ഷോപ്പില് കോഫി കുടിക്കാൻ പോയപ്പോ അവിടെ ഇങ്ങനെ കുറെ നല്ല മഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ തന്നെ ബ്രാൻഡിന്റെ. അപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ട് ഞാനൊരു 4 എണ്ണം എടുത്തു. അമ്മ 2 എണ്ണം പോരാ, 4 എണ്ണം വേണം, 4 എണ്ണൊക്കെ അടുക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ എത്ര ഇതിന് വെച്ചാൽ ഒരു മഗ്ഗിന് എത്രയാന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു മഗ്ഗിന് 1400. ഒരു മഗ്ഗിന് 1400 എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അമ്മ ഇതിന് മൂടിയില്ലാത്തത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ, അതായത് നമുക്ക് എല്ലാവർക്കും കോളേജ് സ്കൂൾ ലൈഫിലൊക്കെ കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇങ്ങനെ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നാവാൻ ചേട്ടാ, അല്ലെങ്കിൽ ഡാർലിംഗ് അടുത്ത ജന്മത്തിൽ ഒന്നാവാൻ, സോറി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജന്മത്തിൽ ഒന്നാവാന്ന് പറഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഇനി അടുത്ത ജന്മത്തിൽ ഒന്നാവാന്ന്. ലക്ഷ്മി പറഞ്ഞിട്ടില്ല അങ്ങ് ഫ്രാൻസില് കൊറേ ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അടുത്ത ജന്മം അപ്പൊ അങ്ങനെ ഞാൻ മാറ്റി. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എടുത്ത് പിന്നെ നിങ്ങൾ വേണ്ട, ബ്രേക്കപ്പ് ആവാം, നമുക്ക് ശരിയാവില്ല അങ്ങനെ പറഞ്ഞിട്ട് സ്കൂളില് കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ശരി, ഇനി വേറെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് നിങ്ങള് ഇപ്പൊ ഒരു ഫംഗ്ഷന് പോവാണെന്ന് വിചാരിക്കും. അപ്പൊ ഒരു എന്താ പറയാ, ഒരു അവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈ പൊക്കിയപ്പോഴാണ് ഡ്രസ്സ് കീറിപ്പോയി, അങ്ങനെ സിറ്റുവേഷൻ? ഞാനൊരു ഇനോഗ്രേഷൻ പോയപ്പോ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത് പറയൂ. സ്റ്റേജിൽ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഡ്രസ്സാണോ? ഡ്രസ്സ് ഇതുപോലെ കീറിപ്പോയി? അത് ഒരു പെർഫോമൻസ് ദപ്പൻകൂട്ടായിരുന്നു. ബ്ലൗസ് പൊത്തിപ്പോയി. അല്ല, ഭാഗ്യം ഐറ്റത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാ കേട്ടോ, ആ സമയത്തിലാണ്. അത് പിന്നെ ഷോ ആയിരുന്നു, TV ഷോ ആയിരുന്നു കേട്ടോ. ഫുൾ ക്യാമറാസ് ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ലാസ്റ്റ് പോയി എടുത്ത് അതൊക്കെ ഉണ്ട്. എന്റെ ബിഗ് ഇതുപോലെ ഉരുപ്പുണ്ട് സ്റ്റേജിൽ. ഒരു തവണ കൊച്ചിയില് നമ്മുടെ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ, അംബേദ്കർ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ, അന്ന് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഫിനാലേക്ക് സ്കിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇങ്ങനെ എന്തോ കൈ എടുത്തപ്പോ ഞങ്ങളുടെ വാച്ചാണ് എന്തോ എന്നിട്ട് എന്റെ വിഗേല് ഉടക്കി വലിച്ചപ്പോ ലൂസ്, എന്നിട്ട് ഊരി പോയില്ല. എന്നാ ഇപ്പൊ പോകും എന്ന് പറഞ്ഞു. എനിക്ക് ഡാൻസിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് മുട്ടയടിച്ച സമയത്ത് ബോയ്ക്കിട്ടായിരുന്നപ്പോ ഞാൻ വിഗ് വെച്ചിട്ടായിരുന്നു ഡാൻസ് ചെയ്തോണ്ടിരുന്നത്. ഇതുപോലെ ഞാൻ 2 കറക്കം കറങ്ങിയപ്പോഴത്തേനും ഇതിങ്ങനെ ലൂസ്. അപ്പൊ ഇവിടെ ഇരുന്ന നെറ്റിച്ചുട്ടി ഇപ്പൊ ഇവിടെ എത്തി നിറകം തലയില്. എന്നിട്ട് ഞാൻ പിന്നെ ഡാൻസ് കളിക്കുമ്പോ തല അനക്കാണ്ട് ഇങ്ങനെ മാത്രം അങ്ങനെയൊക്കെ കൊറേ വെച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഷോയിൽ സംഭവിച്ചിട്ടുണ്ട്. ഫുള്ള് കീഴിപ്പോയത്. അപ്പൊ തന്നെ അതെന്താ ലെഫ്റ്റ് കാല് കാട്ട് വരണുണ്ടല്ലോ. ലക്ഷ്മിയുടെ എന്തായാലും കീറി പോകും. എന്താന്ന് വെച്ചാൽ സംഭവം കാല് തലയിൽ വെക്കുക, അവിടെ മറിയ, കാല് രണ്ടും വെച്ച് മുകളിൽ വെക്കുക, അങ്ങനത്തെ പല അഭ്യാസങ്ങളൊക്കെ. അതെ, കീറിയില്ലേ അതിച്ചുള്ളൂ.